നമ്മള് കുത്തുബ് ഷാഹി പോയില്ലേ ഹൈദരാബാദ്. അപ്പൊ നമ്മളവിടെ 2:30 എത്തണമെന്നാ വിചാരിച്ചിനെ. സ്വാഭാവികമായിട്ടും 5:30 നമ്മൾ എത്തിയത്. 4 മണി 5 മണി 5:30 ആയപ്പോ ഒരവിടുന്ന് ഇറങ്ങാൻ പറഞ്ഞു. അപ്പോ നോക്കുമ്പോ എന്താ നമ്മള് കാണേണ്ടതൊന്നും കണ്ടില്ല. ആകെ ഒരു രണ്ട് സ്ഥലം നമ്മള് കേറിയുള്ളൂ. 2 ടോംബ് നമ്മള് കേറിയുള്ളൂ. എന്തോ 7 ടോംസ്, 7 ബിൽഡിങ്ങുകളുണ്ട്, 7 ടോംസ് ഉണ്ട്. കാരണം അപ്പൊ നമ്മളാകെ 3 കയറുള്ളൂ. 3 നല്ല അടിപൊളിയായിരുന്നു. പക്ഷെ 5:30 ആകുമ്പോ നമ്മള് 3 കയറിയപ്പോഴത്തേനും നമ്മളോട് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു. കാണാൻ പറ്റില്ല. നമുക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ എന്താണ് പള്ളി കയറിയപ്പോ കേക്കണത്ത് മഗ്‌രിബിന് നമ്മളവിടെ നോമ്പറൊക്കെ കൂടി നല്ല രസേനു. എന്നിട്ട് അനുഗ്രഹങ്ങള് ഇലാഹീന ഒരു സമയത്തേക്കായിട്ടാണ് പഠിച്ചോൻ തരുന്നത്. നമ്മളങ്ങനെ വിചാരിക്കും നാളെ നന്നാവാ, നാളെ എന്തേലൊക്കെ ചെയ്യണം, നാളെ പഠിക്ക, സെറ്റാക്കണം. പക്ഷെ എന്താണ് ആ ടോംബുകളെ പോലെ എത്ര മനോഹരമായിട്ടുള്ള അമലുകളാണ് നമ്മൾ ചെയ്യാൻ വെച്ചിരിക്കുന്നെങ്കിലും പഠിച്ചോൻ വിചാരിച്ച സമയം കഴിഞ്ഞാല് കഴിഞ്ഞു. നമ്മളത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദർഗയിൽ പോയി. അപ്പൊ അവിടുന്ന് ഒരു ചെറിയ കുട്ടീനെ കണ്ടു, അലീഹ. അപ്പോ അലീഹ അങ്ങനെ ഞങ്ങളൊപ്പം ഇരുന്ന് ഇങ്ങനെ ചിത്രമൊക്കെ വരക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് താത്ത വന്ന് 1 മണിയൊക്കെ ആയി. അപ്പൊ താത്ത വന്ന് വിളിക്കാണ്, പോവാ പറഞ്ഞു. അപ്പൊ അലീഹക്ക് ഭയങ്കര സങ്കടമാണ് പോകുമ്പോ. ഞാൻ ചോദിച്ചു എന്തെത്ര സങ്കടം. അപ്പൊ താത്ത ഇങ്ങനെ വിളിച്ചപ്പോ എനിക്ക് ഉമ്മാനെ ഓർമ്മ വന്നു. ഉമ്മ എവിടെ വെച്ചപ്പോ ഉമ്മ മരിച്ചുപോയി പറഞ്ഞു. അപ്പൊ നമ്മളെ പറ്റി ആലോചിക്കുമ്പോ നമുക്കല്ല ഉമ്മ ഉപ്പ ഉണ്ട്, നമുക്ക് ഇങ്ങനെ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്, ഇത്ര കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ വളരുന്നുണ്ട്. അപ്പൊ അത്ര മത്താണ്ട് നമുക്ക്. പക്ഷെ ഇതൊക്കെ ഒരു ഹീനിലേക്ക് മാത്രമാണ്. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്തൊക്കെയാ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ എന്തൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും അത് ലേറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് കുത്തുബ് ഷാഹിയില് ആ സമയം കഴിഞ്ഞ് നമ്മൾ അപ്പം തന്നെ പോരേണ്ടി വന്ന പോലെ പെട്ടെന്ന് പോരേണ്ടി വരും. അത്ര മനോഹരമായ ബിൽഡിങ്ങുകൾ പോലുള്ള അമലുകൾ നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിലും സമയം കഴിഞ്ഞാൽ കഴിഞ്ഞു. പണിയെടുക്കുക. റമദാന്റെ ലാസ്റ്റ് ദിവസമാണ്. പഠിച്ചാലെല്ലാരെയും സെറ്റാക്കട്ടെ. എപ്പിസോഡ് കഴിയുമ്പോൾ കൈ അടിക്കലുണ്ട്.